2025 ഡിസംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ഈ വർഷത്തെ സന്ദേശം ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഈ വർഷത്തെ സന്ദേശം ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദി എയ്ഡ്സ് റെസ്പോൺസ്. അടുത്തത് ഒരു ഭീമൻ ഗുഹയാണ്. വെരിയോവ് കിന. ഭൂമിയിൽ കണ്ടെത്തിയതിൽ ഏറ്റവും ആഴമേറിയ ഗുഹയാണ് വെരിയോവ് കിന. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജോർജിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ആഴം 2212 മീറ്റർ ആണ്. അടുത്തത് സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കുക. 1930. സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദി ഇയർ ആണ് റേജ് ബൈറ്റ്. എന്താണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2025 വേർഡാണ് റേജ് ബൈറ്റ്. RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ആര് എന്ന് ചോദിച്ചാൽ ഉഷ ജാനകി രാമൻ. RBIയുടെ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഉഷ ജാനകി രാമനാണ്. അടുത്തത് സോട്ടോ എന്നൊരു പദ്ധതിയാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതിയാണ് സോട്ടോ. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ സോട്ടോ. കാംബല്ലിയ ഓറൻടിയാക്ക. ഇതെന്താണെന്നറിയോ? ഇതൊരു പരാത സസ്യമാണ്. അതായത് വയനാട് വനമേഖലയിൽ 175 വർഷത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സസ്യമാണ്. എന്നാൽ പിന്നീട് അതിന് വംശനാശം സംഭവിച്ചു എന്നാണ് കരുതിയിരുന്നത്. 175 വർഷത്തിന് ശേഷം വീണ്ടും ഈ കാംബല്ലിയ ഓറൻടിയാക്ക എന്ന സസ്യത്തെ കണ്ടെത്തി. അതായത് 175 വർഷത്തിന് ശേഷം വയനാട് വനമേഖലയിൽ കണ്ടെത്തിയ വംശനാശം സംഭവിച്ചു എന്ന് കരുതിയ പരാത സസ്യം ഏത് എന്ന് ചോദിച്ചാൽ കാംബല്ലിയ ഓറൻടിയാക്ക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാ തീർത്ത് എന്നാണ് അറിയപ്പെടുക. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി മുതൽ സേവാ തീർത്ത് എന്ന് അറിയപ്പെടുന്നു. ഈ മാസം തമിഴ്നാട്ടിൽ നിന്നും 5 വസ്തുക്കൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുകയുണ്ടായി. അത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വൊറയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ കൽച്ചട്ടികൾ, തൂയമല്ലി അരി. എന്തൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വസ്തുക്കൾ? എന്തൊക്കെയാണ്? വൊറയൂർ കോട്ടൺ സാരി, അംബാസമുദ്രം കളിപ്പാട്ടം, കാവിന്തപ്പാടി നാട്ടുശർക്കര, നാമക്കൽ കൽച്ചട്ടികൾ, തൂയമല്ലി അരി. ഈയിടെ നമ്മുടെ ഗാലക്സിയെ കൂടാതെ മറ്റൊരു സ്പൈറൽ ഗാലക്സിയെ കൂടെ കണ്ടെത്തി എന്ന് പറയുകയുണ്ടായി. ആ ഗാലക്സിയുടെ പേരാണ് അളകനന്ദ. നമ്മുടെ ഗാലക്സി കൂടാതെ മറ്റൊരു ഗാലക്സിയെ കൂടി കണ്ടെത്തി എന്ന് പറയുകയുണ്ടായി. ആ ഗാലക്സിയുടെ പേരാണ് അളകനന്ദ. ഇത് കണ്ടെത്തിയത് റാഷി ജെയിൻ ആൻഡ് യോഗേഷ് വദാഡേക്കർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആദ്യ വനിതാ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതയായത് ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. അടുത്ത് നമുക്കറിയാം ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. ഈ വർഷത്തെ ആശയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ഈ വർഷത്തെ പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ്. സെയ്യാര, വൈഭവ്, കുംഭമേള ഇതെല്ലാം എന്താ നോക്കാം. ഗൂഗിളിൽ കൂടുതൽ സെർച്ച് ചെയ്ത ചിത്രമാണ് സെയ്യാര. ഈ വർഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ചിത്രം സെയ്യാര. ഇനി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ വൈഭവ്. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട വ്യക്തി വൈഭവ്. ഏറ്റവും സെർച്ച് ചെയ്യപ്പെട്ട സംഭവം കുംഭമേള. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട സംഭവം കുംഭമേള. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. റിപ്പോ റേറ്റിൽ ഈയിടെ മാറ്റം വരികയുണ്ടായി. പുതിയ റിപ്പോ റേറ്റ് 5.25. റിപ്പോ റേറ്റിലെ മാറ്റം വരികയുണ്ടായി. പുതിയ റിപ്പോ റേറ്റ് 5.25. കേരളത്തിലെ പുതിയ ഇനം മരച്ചീനിയാണ് മന്ന. അത് വികസിപ്പിച്ചത് ജോൺസൺ എന്നൊരു കർഷകനാണ്. കേരളത്തിലെ പുതിയ ഇനം മരച്ചീനി മന്ന. അത് വികസിപ്പിച്ചത് ജോൺസൺ എന്ന കർഷകൻ. ബീഹാറിൽ മുഖ്യമന്ത്രിയായി പ്രതിജ്ഞ ചെയ്തത് നിതീഷ് കുമാർ. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. സ്വതന്ത്ര ഇന്ത്യയിൽ 10 തവണ മുഖ്യമന്ത്രി ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നിതീഷ് കുമാർ. ഏത് സംസ്ഥാനത്തെയാണ്? ബീഹാറിലെ മുഖ്യമന്ത്രിയാണ്. ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടുകയുണ്ടായി. എന്തുകൊണ്ടാണ്? 10 തവണ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം നേടി നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രി. ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക.
സൗരയൂഥത്തിന് പുറത്ത് ഒരു ചന്ദ്രൻ എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു അല്ലേ? അതായത് സൗരയൂഥത്തിന് പുറത്ത് 133 പ്രകാശവർഷം അകലെ, അത്രയും ദൂരെ HD 206893b എന്ന ഒരു ഗ്രഹത്തെ ചുറ്റിക്കൊണ്ട് ഒരു ഉപഗ്രഹത്തെ കണ്ടെത്തി. ആ ഉപഗ്രഹത്തെ സൗരയൂഥത്തിന് പുറത്തൊരു ചന്ദ്രൻ എന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 133 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗ്രഹത്തെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ് കണ്ടെത്തിയത്. ഏത് ഗ്രഹത്തെയാണ് ചുറ്റുന്നത് എന്ന് ചോദിച്ചാൽ HD 206893b. ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി അന്താരാഷ്ട്ര നാണയനിധി തിരഞ്ഞെടുത്തത് UPIA ആണ്. അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്തത് UPIA ആണ്. UPIയുടെ ഫുൾ ഫോം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഈ വർഷത്തെ തീം അവർ എവരിഡേ എസെൻഷ്യൽസ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. തീം അവർ എവരിഡേ എസെൻഷ്യൽസ്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആനന്ദ് അംബാനി. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ആനന്ദ് അംബാനി. ഡിസംബർ 1 മുതൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഡിസംബർ 11 തൊട്ട് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.